ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. നമ്മൾ ചൂണ്ടിയിടാൻ വേണ്ടി പോവാണ് ഗായ്സ്. അപ്പം ഇന്ന് ഓണമാണ്. ഇപ്പോൾ സമയം ഒരു 2 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഈ നട്ട പൊരി വെയിലത്താണ് ഞാൻ ചൂണ്ടിയിടാൻ വേണ്ടി പോവാണ്. എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് റെസ്റ്റൊക്കെ എടുക്കുകയായിരിക്കും. പക്ഷെ ഞാൻ ചൂണ്ടിയിടാൻ വേണ്ടി പോവാണ് ഗായ്സ്. എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ലപോലെ മീൻ പിടിക്കൽ പ്രാന്തായി തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. നമ്മൾക്ക് ഇന്നലെ വലിയ വരാലടിച്ചല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ത്രില്ലായിട്ടോ. ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ മോട്ടീവ് ആയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചൂണ്ടിയിടാൻ വേണ്ടി പോവാമെന്ന്. ദൂരെ എങ്ങും പോകുന്നില്ല കേട്ടോ. ദേ ഇവിടെ അടുത്ത് ഒരു 2 ചെറിയ കുളമുണ്ട്, നമ്മൾക്ക് അവിടെ പോയി ഇട്ട് നോക്കാം കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുളം. ഇവിടെ ആരും കുളിക്കലൊന്നുമില്ല, കാരണം കുറച്ച് അഴുക്ക് പിടിച്ച കുളമാണ് കേട്ടോ. ഗൈസ്, ഇവിടെ മീൻ മാത്രമല്ല കേട്ടോ, കുറേ ആമകളുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്ന സമയം നോക്കി അവർ താഴോട്ട് പോവുകയാണ്. എന്തായാലും കുറേ മീനുകളുണ്ട് ഗൈസ്. നമുക്ക് ഏത് കിട്ടുന്നൊന്നും അറിയില്ല. നമ്മളാണെങ്കിൽ മാവ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഫ്രോഗ് വെച്ച് കാസ്റ്റ് ചെയ്യാനൊന്നും വയ്യ. നല്ല നട്ടുച്ച വെയിലാണ് ഗൈസ്. നമുക്കെന്തായാലും ചൂണ്ടിയിട്ട് നോക്കാം കേട്ടോ. മാവ് മാത്രം ഇന്ന് ട്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഗൈസ്, നമ്മൾ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ കുളത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ചൂണ്ടാൻ വേണ്ടി വന്നേക്കുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം ഗൈസ്, മീൻ കുത്തുമെന്ന് നോക്കാം. എന്തായാലും വ്രാലൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ആമയുണ്ട് ഗൈസ്, വലിയ വലിയ ആമയുണ്ട് ഗൈസ്. എന്തോ കുത്തുന്നുണ്ട്. എന്തായാലും ഇതിൽ കുറേ വലിയവർ ഗൈസ് കുത്തുന്നുണ്ട് കേട്ടോ. ചെറിയ മീനുണ്ട് ഗൈസ്, കുറേ ചെറിയ മീനുണ്ട്. വലിയ മീനും അതുപോലെ ഉണ്ട്. ഇവിടെയൊന്നും അധികം ആരും മീൻ പിടിക്കാറൊന്നും വരാറില്ല കേട്ടോ. കാരണം എന്താണെന്നൊന്നും അറിയില്ല. ഗൈസ്, ആമ കണ്ടോ? ആമ ഗൈസ്, ആമ കണ്ടോ? ഞാൻ റൗണ്ട് കണ്ടോ കണ്ടോ ഗൈസ്, ആമ കണ്ടോ? ഓ മൈ ഗോഡ്, ആമ ഗൈസ്. ഇതിൽ ആമ കിട്ടുമോ? ഞാൻ അവനെ പറഞ്ഞു വിട്ടു ഗൈസ്. നമുക്ക് കുറച്ച് ദൂരം ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ല ഗൈസ്, നല്ല ദൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ നല്ല വ്രാല് പിടിച്ചത് സത്യമായിട്ടും ഈ മൈദമാവ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നുണ പറയുക, മൈദമാവ് ഇട്ടാലൊന്നും കിട്ടില്ല എന്ന്. സത്യമായിട്ടും ഗൈസ്, മൈദമാവാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ആ വീഡിയോയിൽ കണ്ടത് മനസ്സിലാവും പെട്ടെന്ന് തന്നെ മൈദമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന്. അത് എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല കേട്ടോ, അതെന്തോ ഭാഗ്യത്തിന് അടിച്ചതാണ്. പാവം ആ തോട്ടിലാരും തിന്നാനൊന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് പാവം ആ വ്രാല് കയറി കൊത്തി, അങ്ങനെ കിട്ടിയതാട്ടോ ഗൈസ്. പിന്നെ ഈ ഇതായി കണ്ടോ, ഇവിടെ ഒരു തൊടിയാണ് കേട്ടോ. അവിടെ കുറേ പാമ്പുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ നമ്മളെ പാമ്പ് കടിക്കും ഗൈസ്. ഗൈസ്, ഇവിടെ ഒന്നും കൊത്തുന്നില്ല നമുക്ക്. ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ ഒരു വ്രാല് കണ്ടു കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാം. കൊത്തുന്നൊന്നും അറിയില്ല, കാരണം ഇന്നലെ നമ്മൾക്ക് ലക്കിനാണ് മൈദമാവിൽ വ്രാലടിച്ചത്. പക്ഷേ ഇന്ന് അതുപോലെ ആവണമെന്നില്ലല്ലോ. അവിടെ കുറേ കുമിളകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് അവിടെ ഇട്ട് നോക്കാം. ഗൈസ് കണ്ടോ, കുമിളകൾ കുറേ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് കുമിളകൾ വരുന്നത്. അധികം ആഴില്ല കേട്ടോ ആ സൈഡിലൊന്നും. ഗൈസ്, നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് കേട്ടോ, കൊത്തുന്നില്ല. നമ്മൾ സ്ഥലം മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണ് തോന്നുന്നു ഗൈസ് മീനൊന്നും കൊത്താത്തത്. എനിക്കറിയില്ല, മീൻ പിടിക്കാൻ ചിലപ്പോൾ സമയം കാലം എല്ലാം അനുയോജ്യമാവണം തോന്നുന്നു കേട്ടോ. അതേ കണ്ടോ, വലിയ വ്രാല്. അയ്യോ, അത് താഴത്ത് പോയി ഗൈസ്. ഗൈസ്, ഇവിടെ ഇല്ലേ, ഇപ്പോൾ വലിയ വ്രാല് വന്നിട്ട് പോയിട്ടോ. നമ്മൾ തീറ്റ തിന്നിട്ട് പോയി ഗൈസ്. ഇവിടെ വലിയ വ്രാല്, നല്ല വലിയ വ്രാല് ഇതെവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ തന്നെ ഇട്ട് നോക്കാം കേട്ടോ. കണ്ടോ, അവിടെ കുമിളകൾ വരുന്നുണ്ടോ? നമുക്ക് ഇവിടെ തന്നെ ഇട്ട് നോക്കാം കേട്ടോ. ഗൈസ്, നമ്മൾ കുറേ നേരമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. വ്രാലിൻ്റെ വായിൻ്റെ അടുത്തുകൊണ്ട് തീറ്റ വെച്ച് കൊടുത്തിട്ടും അവനിക്ക് വേണ്ടെന്ന്. ഒരേ ഒരു വ്രാലുണ്ട്, അവൻ ഇവിടെ നിൽക്കും, എന്നിട്ട് അങ്ങോട്ട് പോകും, എന്നിട്ട് ഇങ്ങോട്ട് വരും. കുറച്ച് നേരമായി ഗൈസ് എന്നിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഗൈസ്, നമ്മളിവിടെ കുറേ നേരം പരിശ്രമിച്ചു കേട്ടോ, പക്ഷേ നമ്മൾക്ക് വ്രാലൊന്നും കിട്ടുന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. വ്രാലിൻ്റെ വായി കൊണ്ട് തീറ്റ ഇട്ട് കൊടുത്തിട്ട് പോലും കിട്ടുന്നില്ല ഗൈസ്. നമുക്കില്ലേ കുറച്ച് അപ്പുറത്ത് ഗൈസ്, പിന്നെ ഇവിടെ ഇല്ലേ എന്താണ് കരിപ്പിടിയൊന്നും ഇല്ല തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ കരിപ്പിടിയെങ്കിലും കൊത്തേണ്ടതാണ്, പക്ഷേ കരിപ്പിടികളൊന്നും കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇവിടെ നിന്നിട്ട് വെറുതെ സമയം കളയണം. നമ്മൾക്ക് അവിടെ ഒരു ചെറിയൊരു പാടത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് അവിടെ പോയി ഇട്ട് നോക്കാം കേട്ടോ. എന്തായാലും ഇവിടെ കിട്ടാൻ പോകുന്നില്ല, കാരണം ഒരു വ്രാലുണ്ട്, അവൻ അവിടെ ഇവിടെ ഇട്ട് നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കങ്ങനെ വേണ്ട, നമുക്ക് വേറെ മീൻ പിടിക്കാം ഗൈസ്. ഗൈസ്, വലിയ പാമ്പ് പോണ്ടിട്ടാ. ചേരപ്പാമ്പായിരിക്കാമെന്ന് വിചാരിക്കാം. നമ്മൾ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ചൂണ്ടിയിടാൻ വേണ്ടി വന്നേക്കുന്നത്. പക്ഷേ വലിയ പാമ്പ് ഫസ്റ്റ് തന്നെ കണ്ടു ഗൈസ്. അവിടെ വേറെ അവിടെ എന്തോ ഇളകുന്നുണ്ട്.
നമ്മൾക്ക് ഇടണോ ഇവിടെ? പാമ്പ് കിട്ടുമോ ചൂണ്ടിയിൽ അവസാനം? പാമ്പ് ചൂണ്ടിയിൽ പിടിച്ചെന്ത് ചെയ്യും നമ്മൾ? ഗൈസ് നമുക്ക് ഒരു പ്രാവശ്യം ഇട്ട് നോക്കാം കേട്ടോ, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം. കാരണം നമ്മൾ ഇത്രയും വെയിലത്ത് പണ്ടാരം കുറേ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇട്ട് നോക്കട്ടെ, ഒരു 5 മിനിറ്റ് ഇട്ട് നോക്കാം. വല്ലതും കൊത്തുന്നുണ്ടോ നോക്കാം. കൊത്തുന്നില്ലെങ്കിൽ പോവാട്ടോ എന്തായാലും ഇവിടുന്ന്. നമ്മൾ മാവ് ഇട്ടിട്ടുണ്ട്, നോക്കാം കേട്ടോ. എന്തായാലും കുറച്ച് നേരം ഞാൻ ശ്രമിക്കുള്ളൂ. ഇവിടെ പിന്നെ പാടായതുകൊണ്ട് എത്ര ആഴുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. മീൻ പൊളയ്ക്കണത് വരെ കണ്ടിട്ടില്ല ഈ ഭാഗത്തൊന്നും. നമ്മൾക്കെന്നാലും ഒരു ട്രൈ ചെയ്ത് നോക്കാം. അവിടെയാണ് ഗൈസ് വലിയ പാമ്പ് വന്നത്. എത്തുന്നില്ല കേട്ടോ. എന്തായാലും കുറച്ച് നേരം കൂടി നോക്കാം. കൊത്തുന്നില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം കേട്ടോ. ഇവിടെയാണ് ഒരു മീൻ പൊളച്ചത്. ഇവിടെ ഇട്ട് നോക്കാം ഗായ്സ്. ഈ സമയത്ത് ഞാൻ മീൻ പിടിക്കാൻ വരുമ്പോൾ എല്ലാവരും എന്നെ നോക്കുകയാണ്, ഈ കുട്ടിക്ക് എന്താണ് പ്രാന്താണോ ഈ സമയത്ത് മീൻ പിടിക്കാൻ പോകാമെന്ന്. കാരണം അത്രയും വെയിലാണ് ഗൈസ്. ഗൈസ് നമ്മൾ പുതിയൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടോ. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെയൊരു സ്പോട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല ഗൈസ്. നമ്മൾക്കൊരു ചേട്ടനാണ് കേട്ടോ പറഞ്ഞു തന്നത് ഇവിടെ വരാലൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഈ സമയത്ത് കിട്ടാറില്ല, 5:30 കിട്ടാറുള്ളൂ. എന്നാലും ചുമ്മാ ഇട്ട് നോക്കുന്നു. ഞാൻ ഇവിടെ ഇതിൽ കൂടെ വന്നപ്പോഴില്ല ഗൈസ്, നോക്കൂ കുറേ സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ചുമ്മാ ഇട്ട് നോക്കാം. ഈ സമയത്ത് മീനൊക്കെ കിട്ടില്ല എന്നൊക്കെയാണ് പറയണേ. നമ്മൾ ബ്രാല് പിടിക്കാനല്ല, എന്തായാലും ഒരു ചെറിയ കരിപ്പിടി പിടിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. ഗൈസ് അവിടുത്തെ ആ ചേട്ടനില്ലേ ഗൈസ്, 34 ബ്രാലിനെ പിടിച്ചിട്ട് പോയി. മൊത്തം വിയറ്റ്നാം ബ്രാലോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞു കേട്ടോ. ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ട് ഇത് 3ാമത്തെ സ്പോട്ടാണ് കേട്ടോ ചൂണ്ടിയിടണേ. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടണത് മാത്രമല്ല കൊത്തണ പോലും ഇല്ല ഗൈസ്. സമയത്തിൻ്റെയാണെന്നാണ് തോന്നുന്നത്. ഗൈസ് നമ്മളങ്ങനെ കുറേ നേരം പരിശ്രമിച്ചു കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 3 സ്പോട്ടിൽ പോയിട്ടോ, പക്ഷേ മീനൊന്നും കൊത്തണ പോലും ഇല്ല ഗൈസ്. അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു ഈ സമയത്ത് മീനിട്ടാൽ കിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഗൈസ് ഈ സമയത്ത് മീൻ കിട്ടില്ല എന്ന്. നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളൊരു ആമ്പൽ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വളരെ സാഹസികമായിട്ട് ഒരാമ്പലൊക്കെ പൊട്ടിച്ചു ഗൈസ്. നല്ല വെയിൽ കൊണ്ട് പൊരിഞ്ഞു ഗൈസ്. അയ്യോ നല്ല ചൂടൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. നമ്മൾക്കിനി നാളെ വേറൊരു സ്ഥലത്ത് പോകട്ടെ. എന്തായാലും ഇവിടെ കിട്ടുന്നില്ല. ഇവിടുത്തെ മീനുകളൊക്കെ ഏകദേശം എല്ലാവരും പിടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം ഇനി നമ്മൾക്ക് വേറെ സ്പോട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ മീൻ പിടിക്കാം കേട്ടോ. ഇന്നത്തെ മീൻ പിടിക്കൽ നല്ലപോലെ ഫ്ലോപ്പായിട്ടുണ്ട് ഗൈസ്. എന്നാലും ഞാൻ വീഡിയോ ഇടും കേട്ടോ, എല്ലാവരും കാണണേ. ഓക്കെ ഗൈസ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.